ഹായ് ഫ്രണ്ട്സ്, മലയാളി ഫുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ലേസ് കൊണ്ടൊരു അടിപൊളി സംഭവമാണ്. ലേസ് മാത്രമല്ല, അതിലൂടെ മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ? ലേസ് കിഴി ഓംലെറ്റ്, അതാണ് സംഭവം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ? വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഓംലെറ്റിന് വേണ്ട സവാളയും പച്ചമുളകും മുറിച്ചുകൊണ്ടിരിക്കാം. എല്ലാം ചെറുതായി മുറിച്ചുകൊണ്ടിരിക്കും. ചെറുതായി മുറിച്ചെടുത്താൽ ഓംലെറ്റ് നല്ലൊരു ടേസ്റ്റായി കിട്ടും. നമുക്ക് ദോശക്കല്ലൊന്ന് വെച്ചിട്ട് പനീറൊന്ന് വറുത്തെടുക്കാം. ഇനി ദോശക്കല്ല് വയ്ക്കുന്ന കണ്ടിട്ട് ഓംലെറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കരുത്. നമ്മൾ പനീറാണ് വറുത്തെടുക്കാൻ പോകുന്നത്. കോയിലൊന്ന് വെച്ച് കൊടുക്കാം. പനീറിടാം. ചുവന്ന കളർ വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പനീർ നന്നായി ചുവന്ന കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പനീറും കൂടെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ അവസാനത്തെ പനീറും കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയൊന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ലേസ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പച്ചയും ചോപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ കളറും വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ലേസ് കാണുമ്പോൾ എങ്ങനെ കഴിക്കാണ്ടിരിക്കുക? നമുക്ക് കിഴി റെഡിയാക്കാം. കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമ്മളങ്ങനെ കിഴി കെട്ടാൻ പോകണം. അപ്പോൾ ഇനി കിഴി കെട്ടിയിട്ടാണ് ബാക്കി 2 സംഭവങ്ങൾ ഇടാനുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് കിഴി അങ്ങോട്ട് റെഡിയാക്കാം. നന്നായി ഇളക്കിയ മുട്ട നമ്മുടെ ഫോയിലിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് പനീറിടാം. കുറച്ച് മല്ലിയില, ചീസ്,
ഇതിനെ കിഴികെട്ട പൊടിയ റബ്ബർ ബാൻഡ് ഒരു സേഫ്റ്റി കിറ്റ് സേഫ്റ്റി ഫസ്റ്റ് ഓക്കെ ഒന്ന് റെഡിയായി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്ക് അവസാനത്തെ ലേസ് അപ്പോൾ അതും കഴിഞ്ഞു. തിന്നാൻ തന്നില്ല, തരൂല, ആയിട്ട് കഴിക്കാം. കിഴിക്കുള്ള കുഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒഴിക്കണം, അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. ലാസ്റ്റത്തെ അങ്ങനെ പനീറും കഴിഞ്ഞു, മല്ലിയിലയും കഴിഞ്ഞു, ചീസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനത്തെ കിഴി കെട്ടാൻ പോണ്. അങ്ങനെ കിഴി കെട്ടലും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കിഴി റെഡിയായി. അത് ഇനി ബോയിൽ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ വെച്ചത് ചൂടുവെള്ളം അതിലിട്ടിട്ട് പ്ലിങ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. എന്നിട്ട് വേണം കഴിക്കാൻ. ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. അതിൻ്റെ പരിപാടി നോക്കാം നമുക്ക്. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇറക്കി വെക്കാൻ പോണ്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ഉള്ളിൽ മുട്ടയൊക്കെ വെന്ത് വരണം. അപ്പം അതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം. നമ്മുടെ കിഴിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കണം. എന്നിട്ട് വേണം കഴിക്കാൻ. വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ആയി, കൂടുതലായി. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഫിംഗർ ചിപ്സ് ആവുന്നു. ഫിംഗർ ചിപ്സ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പം അഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ലേസ് കിഴി ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനുള്ള ആവേശത്തിലാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് സംഭവം അടിപൊളി. പറയാം
അടിപൊളി. ആസ്വദിച്ച് കഴിക്കാന്നൊക്കെ പറയണില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ. ടേസ്റ്റ് അപാരം. നമ്മുടെ ലേസാണ് മെയിൻ. എന്നാൽ ലേസിൻ്റെ ആ ക്രഞ്ചിനെസ് കിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ ലേസ് വെള്ളത്തിലിട്ടപ്പോൾ അത് അലിഞ്ഞു, സംഭവം എല്ലാം പൊടിഞ്ഞു. അല്ലെങ്കിൽ തന്നെ പൊടിച്ചിട്ടാണ് ഇട്ടത്. അതിന് എന്തൊരു ഫ്ലേവർ നന്നായി വരുന്നുണ്ട്. അതുപോലെ പനീർ, ചീസ്, അവിടെ മസാലയൊക്കെ ചേർത്ത് കവർ ചെയ്തിരിക്കുന്നത് മുട്ടയാണ്. നമ്മൾ പൊട്ടിച്ചു വെച്ച മുട്ട. സംഭവം എന്തായാലും ഉഷാർ, സൂപ്പർ ഉണ്ടല്ലേ, അടിപൊളി സാധനം. ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ്, എളുപ്പമാണ്, അധികം പണികളൊന്നുമില്ല. വെറുതെ ഓംലെറ്റ് ഇട്ട് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യുക. ചോപ്പ് ലേസ് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചോപ്പ് ലേസ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. നല്ലൊരു ടേസ്റ്റ് ഇല്ലേ ചോപ്പിൽ. നമ്മൾ മഞ്ഞ കഴിക്കുമ്പോൾ കുറച്ച് സോസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ചോ. ഇതിപ്പോൾ അതിൻ്റെ ഇത് കുറവ് തീർന്നു. ചോപ്പ് കഴിക്കുന്ന സമയത്ത് ടൊമാറ്റോൻ്റെ ഫ്ലേവർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കാരണം ലേസൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാം, കമൻറ്റ് ചെയ്യാം. ക്യാമറമാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിന്ന് തീർക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ആൾ. അതിന് ചോപ്പ് വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ആകെ ഒരു ചോപ്പേ ബാക്കിയുള്ളൂ. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ മലയാളി ഫുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ